ഇതെന്താണെന്നറിയാമോ? 2 ഏത്തക്ക അവിച്ചതാണ്. ഇതാണ്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കൂട്ടാൻ പോകുന്നത് ഇച്ചിരി കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയില്ല, ഇനി പൊടിച്ചാലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇച്ചിരി കുരുമുളക് പൊടിയും അല്പം ഉപ്പും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ആക്കി വെച്ചാൽ ഉച്ചത്തേക്കുള്ള കറി എനിക്ക് ഇത് മതി. എനിക്കെന്നോട് ഞാൻ ഇത് സ്പെഷ്യൽ കഴിക്കുന്നത് എനിക്ക് ഇച്ചിരി ഷുഗറൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പച്ച ഏത്തക്ക ഇതിന് നല്ലതാണ്. ഞാനത് കഴിക്കും കേട്ടോ. വല്ലപ്പോഴും ഒരിക്കൽ, വല്ലപ്പോഴും അല്ല, മിക്കവാറും ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഈ പച്ച ഏത്തക്കായാണ്. പക്ഷേ ശരിക്കും ഷുഗറിന് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ചോറും കപ്പയും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് ഈ പച്ച ഏത്തക്ക, ചക്ക ഇതൊക്കെയാണ്. ഷുഗർ പേഷ്യൻറ്റുകാർക്ക് അറിയാമായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പിന്നെ അല്ലെങ്കിൽ ഇതിനൊരു കറിയായിട്ട് എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നല്ല മീൻ, വച്ച മീനുണ്ടല്ലോ, അതിൻ്റെ അരപ്പ് ഇതിന് കറിയായിട്ട് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി നാരകത്തിലയും ഇച്ചിരി ഇത് കാന്താരി മുളകും തേങ്ങയും മുളകും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലൊരു പുളിയൊക്കെ വെച്ചിട്ട്, പുളിക്ക് പകരം മാങ്ങയാണെങ്കിൽ അതിൽ നിന്നും ടേസ്റ്റ് ആയിരിക്കും, ഒരു ചമ്മന്തി കൂടെ അരച്ചിട്ട് ഇതൊന്ന് മുക്കി തിന്നാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വേറെ ഒന്നും കാശ് കൊടുത്ത്, ഒരുപാട് കാശ് കൊടുത്തൊന്നും കറികളൊന്നും ഉണ്ടാക്കാതെ നമുക്കൊരൊറ്റ കറി ചമ്മന്തി മാത്രം മതി നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം നല്ല കുശാലായിട്ട് കഴിക്കാം, പ്രത്യേകിച്ച് ഷുഗറുകാർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഏത്തക്ക കിട്ടുവാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ഒരു കിലോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് അത് അത്ര ആവശ്യം വരുന്നില്ല. പക്ഷേ വീട്ടിൽ ഷുഗറുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഷുഗറുള്ളവർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കായാലും വൈകുന്നേരം ഇച്ചിരി ചായയൊക്കെ ഇട്ടിട്ട് ഇതിൽ നിന്നും കൂടെ ഒന്ന് പുഴുങ്ങി കൊടുത്താൽ കുട്ടികൾ നല്ലവണ്ണം കഴിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് പുഴുങ്ങി ഞാൻ പറഞ്ഞ കറികളും കൂടെ ഒന്ന് കൂട്ടി തിന്ന് നോക്കിക്കേ. ഓക്കെ, ബൈ.